ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് എങ്ങനെയാണ് മൾട്ടി ടൈം ഫ്രെയിമിന്റെ സ്ട്രക്ചറിന്റെ കൂടെ നമ്മൾ ഈ പഠിച്ച സോണിന്റെ കൺസെപ്റ്റ്സ് നമ്മൾ എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഇൻട്രാഡേ പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെയിലി 4 hour 50 minutes മാർക്കപ്പ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ യൂറോ USD ഡെയിലി ചാർട്ടിലാണ് നമ്മളുള്ളത്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താണ്, ഡെയിലിയിൽ എന്താണ് മാർക്കറ്റ് സ്ട്രക്ചർ നമ്മൾക്ക് പറയുന്നത്, അതാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡെയിലി എന്താണ് പറയുന്നത്, നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം ഇവിടെ സ്ട്രക്ചർ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, സ്ട്രക്ചർ മാർക്ക് ചെയ്യുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവുക. ആദ്യം സ്ട്രക്ചർ, പിന്നെ നമ്മൾ സോൺസിനെ പറ്റി ചിന്തിക്കും. ഓക്കെ, സ്ട്രക്ചർ പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഡെയിലിയുടെ സ്ട്രക്ചർ പോയിന്റ്സ്, എനിക്കിവിടെ ഒരു ലോയും കാണാൻ കഴിയുന്നുണ്ട്. സോ ലോയും കൂടെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഏകദേശം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡെയിലിയുടെ സ്ട്രക്ചറിന്റെ കഥ കഴിഞ്ഞു അല്ലേ. ഇവിടെ ഇനി ഡെയിലിയിലെ സോണിന്റെ കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒബിയസ്ലി സോൺസിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യം ഇന്റേണൽ നോക്കുക, പിന്നെ എക്സ്റ്റേണലിനെ പറ്റി നോക്കുക. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ പ്രൈസ് ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വിചാരിച്ചോട്ടെ. ഓക്കെ, ഇന്റേണൽ എങ്ങനെയായിരിക്കും, ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും നോക്കേണ്ടത് ബ്രേക്ക് സ്ട്രക്ചർ ഈ ബോക്സിന്റെ അകത്ത്, അതായത് നമ്മൾ ആ മുകളിലത്തെ ഈ ഏരിയ ഇന്റേണൽ ആണ്. ഓക്കെ, ആൻഡ് ഇപ്പൊ കിട്ടിയ ഏരിയ ഇത് എക്സ്റ്റേണൽ ആണ്. ഓക്കെ, നമുക്ക് ഇന്റേണലിലും സോൺ കിട്ടും, എക്സ്റ്റേണലിലും സോൺ കിട്ടും. എക്സ്റ്റേണലുള്ള സോണിന് നമുക്കറിയാം എങ്ങനെ നോക്കണം എന്നുള്ളത്. സോ അത് ഇന്റേണലി നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇന്റേണലി ബ്രേക്ക് സ്ട്രക്ചർ കിട്ടി അല്ലെ, ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയ ശേഷം ഓക്കെ സി നമുക്ക് സോൺ തൊട്ടടുത്തുള്ള സോൺ എന്താണ് നമുക്കുള്ളത്, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസൈഡ് ബാർ ഉണ്ട്. സോ നമുക്ക് എന്ത് ആദ്യം നമ്മൾ ഇൻസൈഡ് ബാർ മാർക്ക് ചെയ്യുന്നു. ഓക്കെ, മാർക്ക് ചെയ്യുന്നു, റിഫൈൻ ചെയ്യുന്നു, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാം. നമുക്കിത് മാർക്കും ചെയ്യാം, പ്ലസ് നിങ്ങൾ 50% റിഫൈൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ട് നിങ്ങൾക്ക് റിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഡു ദിസ്. നമ്മൾ എന്ത് മാർക്ക് ചെയ്യും, ഇതിനെ ഡെയിലിയിലെ സപ്ലൈ എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിച്ച് മുകളിലോട്ട് പോകണം അല്ലേ. ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും എക്സ്ട്രാ ഉണ്ട്, സോൺസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് അടുത്ത ഈ ഒരു ക്യാൻഡിൽ തന്നെയുണ്ട്. വീണ്ടും നമുക്ക് അതിനെ റിഫൈൻ ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ അല്ലേ. നിങ്ങൾക്ക് ഇതിനെ ഓപ്പൺ ആയിട്ട് യൂസ് ചെയ്യാം, റിഫൈൻ ചെയ്ത് യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞാൽ ഇതൊരു ഓപ്ഷനാണ്. റിഫൈനിങ് എന്നുള്ള കാര്യം നമ്മൾ പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് പേഴ്സണലി ചെയ്യാം, അത് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. പക്ഷേ അത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാണ്ട് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്ത് സോൺസ് ഉണ്ട്, ഇവിടെ ഉള്ള വിക്കെല്ലാം മിറ്റിഗേറ്റ് ആണ്. പിന്നെ എനിക്ക് കാണാൻ കഴിയുന്ന സോൺ എന്ന് വെച്ചാൽ വിക്ക് സോൺ ആണ്. ഓക്കെ, എക്സ്ട്രീം ഏറ്റവും മണ്ടയ്ക്ക് എടുക്കുന്ന സോൺ. ഓക്കെ, വലിയ സോണാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെയും 50% റിഫൈൻ ചെയ്യാൻ കഴിയും. ഓക്കെ, സോ ഇതോടുകൂടി എൻ്റെ ഡെയിലിയിലെ കഥകളെല്ലാം കഴിഞ്ഞു. ഓക്കെ, സോ ഇത് കഴിഞ്ഞ് ഞാൻ നേരെ പോകാൻ പോകുന്ന 4 hour കഥയിലോട്ടാണ്. ഓക്കെ, സോ 4 hour കഥയിലോട്ട് പോകുമ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുക, ഈ ഹയർ ടൈം ഫ്രെയിം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഡെയിലി ആക്ച്വലി ബെയറിഷ് ആണ്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ചെറിയ ടൈം ഫ്രെയിം, നമ്മൾ ഇതിന് തൊട്ട് താഴത്തെ ടൈം ഫ്രെയിം പോകുമ്പോൾ, അതായത് 4 hours പോകുമ്പോൾ 4 hours ചിലപ്പം ബുള്ളിഷ് ആയിരിക്കും. ഡസൻ മീൻ നമ്മൾ ആക്ച്വൽ ട്രെൻഡ് ബുള്ളിഷ് ആണെന്ന് അല്ലെ. കാരണം 4 hour ചെറിയ ടൈം ഫ്രെയിം ആണ്, ഡെയിലിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒബിയസ്ലി ഷോർട്ട് ടേമിനായിരിക്കും ബുള്ളിഷ്. പിന്നെ എന്ത് തന്നെ സംഭവിക്കാം, ഈ ഡെയിലിയുടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ഡെയിലിയുടെ ബെയറിഷ് ആയിട്ടുള്ള ട്രെൻഡ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ 4 hours മിക്കവാറും എന്ത് ചെയ്യും, ചേഞ്ച് ഓഫ് കാർട്ട് തരും, പ്രൈസ് താഴോട്ട് പോകാൻ തുടങ്ങും. ഓക്കെ, ആ റെസ്പെക്ടേഷൻ വെച്ച് വേണം നിങ്ങൾ എപ്പോഴും അടുത്ത ടൈം ഫ്രെയിം. അപ്പൊ ഡെയിലിയിലെ കഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡെയിലിയിലെ മാർക്കപ്പ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോവാ 4 hours. 4 hour നിങ്ങൾ അനലൈസ് ചെയ്യാം, എന്താണ് 4 hour നടന്നിട്ടുള്ളത്. ഓക്കെ, സോ 4 hour ഞാൻ നോക്കുമ്പം എനിക്ക് കാണാൻ കഴിയുന്നത്, ഓക്കെ, നമുക്കൊരു സ്ട്രക്ചർ പോയിന്റ് ഉണ്ടായിരുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, യെസ്, ഇനഫ്. സോ ഇവിടെ നമ്മൾ ബെയറിഷ് ആയിരുന്നു ആദ്യം. ഓക്കെ, ഈ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഉണ്ടായിരുന്നു, ഇതായിരുന്നു നമ്മളെ സപ്ലൈ. പക്ഷെ നമ്മൾ ഇപ്പൊ എന്ത് പറ്റിയിട്ടുണ്ട്, ആ സപ്ലൈ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, നമ്മൾ ബുള്ളിഷ് ആയിട്ടുണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ ചേഞ്ച് ഓഫ് കാർട്ട് കിട്ടിയാൽ ഡെയിലിയുടെ പുൾ ബാക്ക് തുടങ്ങി ഇവിടെ നിന്ന്. അപ്പൊ 4 hours ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ മുകളിലോട്ട് നടന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ബുള്ളിഷ് ആയിട്ടുണ്ട്. സോ അവിടെ നിന്നുള്ള കഥ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടുത്തെ കാര്യം നമുക്ക് ആദ്യം നോക്കാം അല്ലെ. സോ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് നമുക്ക് സ്ട്രക്ചർ പോയിന്റ് വരയ്ക്കാം. 4H എവിടെ നിന്ന് മാറി തുടങ്ങി എന്നാണ് നമ്മൾ നോക്കുന്നത്. 4H അവിടെ ഉണ്ട്, ഇതാണ് നമ്മൾ ലോവസ്റ്റ് പോയിന്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട്. സോ ഈ വിക്ക് തന്നെ ഒരു സോണാണ് എന്തായാലും ഡെഫിനറ്റ്ലി. സോ 4H ഡിമാൻഡ് സോൺ ആണത്, മാർക്ക് ചെയ്തിടാം. സ്ട്രൈറ്റ് അപ്പ് 4H ഡിമാൻഡ് സോൺ. ഓക്കെ, അഗൈൻ നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഏരിയയിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ്. കാരണം നമ്മൾ ആദ്യം ഉണ്ടായ ബ്രേക്കിന്റെ രീതിക്കുള്ള സോൺസ് ഐഡന്റിഫൈ നോക്കുകയാണല്ലേ.
ഇവിടെ എനിക്കൊരു എന്താ പറയുക, നമുക്ക് ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ഉണ്ട്. ഇൻസൈഡ് ബാറിന്റെ സോൺ ഉണ്ട്. എവിടെയാണ് ആ സോൺ ഉണ്ടായത്? ഇവിടെയാണ് ഉണ്ടായത്. തൊട്ടടുത്ത ക്യാൻഡിൽ അതിന്റെ 50% മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സോൺ എടുക്കുകയില്ല. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഉണ്ട് അല്ലേ? നമ്മൾ ഇല്ല. ഓക്കെ, ഇത് നമ്മൾ 50% മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സോൺ മാർക്ക് ചെയ്യാം. പക്ഷേ ഈ സോൺ നമ്മൾ ലിക്വിഡിറ്റിയുടെ കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ കൂടെ എന്താ പറയാ, ഇമ്പോർട്ടൻസ് കുറവായിരിക്കും. പക്ഷെ നമുക്ക് വരയ്ക്കാം. അതുപോലെ തന്നെയാണ് ഈ ഇൻസൈഡ് ബാറും. ഈ ഇൻസൈഡ് ബാറും നമുക്ക് എന്താണ്, നമുക്കൊരു സോണാണ്. പക്ഷെ എന്ത് പറ്റിയിട്ടുണ്ട്, ആ ഇൻസൈഡ് ബാർ ഓൾറെഡി മിറ്റിഗേറ്റഡ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിട്ടുണ്ട്, പ്രൈസ് വീണ്ടും ബ്രേക്ക് സ്ട്രക്ചർ തന്നിട്ടുണ്ട് അല്ലേ? സോ 4 അവറിലെ കഥ നമ്മൾ നോക്കി വരുമ്പോൾ 4 അവർ നമ്മൾ ബുള്ളിഷ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കഥ നമ്മൾ നോക്കും. ഓക്കെ, സോ ഈ ബ്രേക്ക് നടന്നു. അതിന്റെ കാരണക്കാരനായിട്ടുള്ള ലോ ഇതാണ്. സോ നമുക്ക് തിരിച്ച് ചിന്തിക്കുമ്പം ഇംബാലൻസ് ഉള്ള ലാസ്റ്റ് ക്യാൻഡിൽ ഇത് തന്നെയാണ്. സോ ഇംബാലൻസ് ഉള്ള സോൺ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിഫൈൻ ചെയ്യാൻ പറ്റും. 50% നമുക്ക് എന്ത് ചെയ്യാം, 50% റിഫൈൻ ചെയ്യാം. ഓക്കെ, സെറ്റിംഗ്സ് ഫോറക്സിന്റെ നമുക്ക് എന്ത് കിട്ടി, ഡിമാൻഡ് സോൺ കിട്ടിയിട്ടുണ്ട്. മാർക്ക് ചെയ്തിടാം. അഗൈൻ ഇവിടെ ഒരു വിഗ് സോൺ ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മാർക്ക് ചെയ്യാം, ഫോറക്സിന്റെ ഡിമാൻഡ് സോൺ. ഓക്കെ, ഓൾറൈറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വിഗ് സോൺ ഉണ്ട്. ഓബിയസ്ലി നമുക്ക് അത് മാർക്ക് ചെയ്യാം. രണ്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയില്ല. ഈ വിഗ് സോണും നമുക്ക് മാർക്ക് ചെയ്യാൻ കഴിയും, കാരണം അത് മിറ്റിഗേറ്റഡ് അല്ല. ഫോറക്സിന്റെ ഡിമാൻഡ് സോൺ. ഓക്കെ, സോ നമ്മളത് മാർക്ക് ചെയ്തു. ഓക്കെ, പ്രൈസ് ഇപ്പോൾ ബുള്ളിഷ് ആണ് 4 അവറിൽ. സോ 4 അവറിലെ കളി കഴിഞ്ഞു. 4 അവറിൽ നമുക്ക് എന്താ പറയാ, 4 അവേഴ്സിൽ നമുക്ക് മാർക്കപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാർക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ബ്രേക്ക് സെഷനും വെച്ചേക്കാം. ഫോറക്സിലെ മാർക്കപ്പിന്റെ കഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോവാ 50 മിനിറ്റ്സിലോട്ടായിരിക്കും. ഓക്കെ, സോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നിങ്ങൾ നേരെ പോവാം 50 മിനിറ്റ്സിൽ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യും നോക്കും. ഓക്കെ, സോ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ ഫോക്കസ് ചെയ്താൽ പോലും നമുക്കറിയാം. ഓക്കെ, ബുള്ളിഷ് ഇപ്പോഴും നമ്മൾ, എനിക്ക് തോന്നുന്നു ബുള്ളിഷ് ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ക്ലീൻ ആയിട്ട് എനിക്ക് കാണാൻ പറ്റുന്ന സ്ട്രക്ചർ ഇതാണ്. 50 മിനിറ്റ്സിന്റെ 50 മിനിറ്റ്സിന്റെ സ്ട്രക്ചർ പോയിന്റ് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നറേറ്റീവ് ഉണ്ടാക്കി വരണം. നമ്മൾ കഥ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ചാർട്ടിലുള്ള ഇൻഫർമേഷൻ വെച്ച്. ഓക്കെ, 50 മിനിറ്റ്സിന്റെ ബ്രേക്ക് സ്ട്രക്ചർ. ഓക്കെ, 50 മിനിറ്റ്സിന്റെ സോൺസ് നമുക്ക് മാർക്ക് ചെയ്ത് പോവാം. ഓക്കെ, ബ്രേക്ക് നടന്നു, പിറകോട്ട് ഇംബാലൻസ്. ഈ ക്യാൻഡിൽ തന്നെ നമുക്കൊരു സോണായിട്ട് എടുക്കേണ്ടി വരും ഡിമാൻഡ്, കാരണം ഇംബാലൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഏത് ക്യാൻഡിലുണ്ട്, ഈ ക്യാൻഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് വിക്ക് സോണുമാണ്, പ്ലസ് ഇംബാലൻസ് ഉണ്ട്. നമുക്ക് വിക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് ഇൻസൈഡ് ബാറും ഉണ്ട് അല്ലേ? ഇൻസൈഡ് ബാറും നമുക്ക് സോണാണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഇതിനെല്ലാം റിഫൈൻ ചെയ്യാം. സോ 50% റിഫൈൻമെന്റ് ആസ് യൂഷ്വൽ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ടൈം ഫ്രെയിമിലും എന്ത് ചെയ്യാണ്, സോണുകൾ മാർക്ക് ചെയ്ത് പോവാണ്. ഓക്കെ, നമ്മൾ എൻട്രീസ് എടുക്കുക ചെറിയ ടൈം ഫ്രെയിമിലാണ്. സോ അതുകൊണ്ട് തന്നെ 50 മിനിറ്റ്സിന്റെ നമുക്ക് ഡിമാൻഡുകളൊക്കെ എന്ത് ചെയ്യും, റിഫൈൻ ചെയ്ത് വെക്കേണ്ടി വരും. നമ്മൾ 1 മിനിറ്റിന്റെ ടൈം ഫ്രെയിമിനും അല്ലെങ്കിൽ 30 സെക്കൻഡിലും 5 സെക്കൻഡ്സിലൊക്കെ നമ്മൾ എൻട്രി എടുക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം കറക്റ്റായിട്ട് റിഫൈൻ ചെയ്ത് തന്നെ പോകേണ്ടി വരും. ഓക്കെ, ഓൾറൈറ്റ്. നമുക്കിനി ലാസ്റ്റ് സോൺ ഉണ്ട്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, റിഫൈൻ ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ 50 മിനിറ്റിന്റെ ഡിമാൻഡ് സോണുകൾ ഓക്കെ നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, സോ ഇവിടെ കഴിഞ്ഞിട്ടില്ല, കാരണം എന്ത് പറ്റിയിട്ടുണ്ട്, പ്രൈസ് വീണ്ടും മുകളിൽ. നിങ്ങളുടെ നോക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഇന്റേണൽ ആണ്. എക്സ്റ്റേണൽ നമുക്കിവിടെ സോൺ ഉണ്ട് അല്ലേ? എക്സ്റ്റേണൽ ഇവിടെ ഒരു സോൺ കിടക്കുന്നു ശ്രദ്ധിച്ചാൽ. പക്ഷേ ഈ സോണ് നമ്മളെ ക്രൈറ്റീരിയൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ നമുക്ക് നോക്കണം അല്ലേ? ഇംബാലൻസ് ഉണ്ട്, പക്ഷേ ഈ സോൺ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ എന്തെങ്കിലും കോസ് ചെയ്തിട്ടുണ്ടോ? അത് നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും, നമുക്ക് മാർക്ക് ചെയ്തിട്ട് ലെഫ്റ്റിലോട്ട് ഇൻഫർമേഷൻ നോക്കണം, എന്തെങ്കിലും സ്ട്രക്ചർ ഉണ്ടോ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഇവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, ഇവിടെ സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് രണ്ട് മാർക്ക് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആ സോണിന്റെ ബ്രേക്കിന് കാരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കാം. ആ സോൺ കാരണം ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. എന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സോൺ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ലെറ്റ്സ് സീ. നമുക്ക് റൈറ്റിലോട്ട് വരാം. യെസ്, തീർച്ചയായിട്ടും അല്ലേ, ഈ സോണാണ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ എക്സ്റ്റേണൽ സോൺ എന്ത് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടി വരും ആസ് ഒരു ഡിമാൻഡ് സോൺ 15 മിനിറ്റിൽ. ഓക്കെ, സോ എപ്പോഴും നോക്കി വെക്കുക. ഓൾറൈറ്റ്, റിഫൈൻ ചെയ്യാം അല്ലേ, നമുക്ക് 50% റിഫൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഓൾറൈറ്റ്. ഓക്കെ, വീണ്ടും നമ്മൾ മുകളിലോട്ട് പോവാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും അടുത്ത ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും തന്നിട്ടുണ്ട്. പ്രൈസ് 15 മിനിറ്റ് ബുള്ളിഷ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് അല്ലേ? സോ അടുത്ത നമുക്ക് ഒന്ന് വരയ്ക്കാം. ഓക്കെ, എപ്പോഴും അത് ഇന്റേണൽ നോക്കുക. ഇന്റേണൽ നോക്കുക, നമുക്ക് ഈ ക്യാൻഡിൽ എന്താണ്, ഒരു 50 മിനിറ്റ്സിന്റെ ഒരു സോൺ തന്നെയാണ്. 50 മിനിറ്റ്സിന്റെ
ഡിമാൻഡ് സോൺ റൈറ്റ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് 1 ഫുള്ളായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ആ വിക്ക് മാത്രം എടുക്കാം. നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്രാവശ്യം ടൈപ്പ് 1 ആയിട്ട് തന്നെ എടുക്കാം. ടൈപ്പ് 1ന്റെ മിറ്റിഗേഷൻ തന്നിട്ടില്ല, ടൈപ്പ് 1ന്റെ നമുക്ക് എന്ത് ചെയ്യാം 50% നമുക്ക് റിഫൈൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇതും 50 മിനിറ്റിന്റെ ഡിമാൻഡ് സോൺ. ഓക്കെ, റിഫൈൻഡ്. അതുപോലെ തന്നെ മുകളിലുള്ള സോൺ നമുക്ക് എന്ത് ചെയ്യാം, റിഫൈൻ ചെയ്യാം. ഓക്കെ, മുകളിലുള്ള സോണും നമ്മൾ റിഫൈൻ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കപ്പ് ചെയ്തിടുക നിങ്ങളെ ചാർട്ടിൽ. നമ്മൾ ഡെയിലിയും തുടങ്ങി 4 അവർ വന്ന് 4 അവർ മാർക്കപ്പ് ചെയ്തു. നമുക്ക് ഇവിടെ നോക്കാം, ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓബിയസ്ലി ഐ തിങ്ക് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നമ്മളല്ലേ, ഉണ്ട്. ഓക്കെ, സോ ബോഡി ക്ലോസ് വന്നിട്ടുണ്ട് അല്ലേ, എവിടെയാണ് ബോഡി ക്ലോസ് വന്നിട്ടുള്ള, ഈ ക്യാനിൽ ബോഡി ക്ലോസ് വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ വെച്ച് ബുള്ളിഷ് ആയിരുന്നു ഇപ്പോഴും, ആൻഡ് നമ്മൾ ഹൈ പോയിന്റ് വിളിക്കാതിനായിരിക്കും, ആൻഡ് ലോ പോയിന്റ് ആയിട്ട് ഏതായിരിക്കും എടുക്കുക, നമ്മൾ ഇതായിരിക്കും ലോ പോയിന്റ് ആയിട്ട് എടുക്കുക. എപ്പോഴെങ്കിലും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇതുവരെ ഇല്ല അല്ലേ, ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഉണ്ട്, സോറി, പക്ഷെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, ഇവിടെ വെച്ച് നമ്മൾ ബെയറിഷ് ആയി. സത്യം 15 മിനിറ്റിൽ കഥ മാറി, 15 മിനിറ്റ് നമ്മൾ ബെയറിഷ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഓബിയസ്ലി നമ്മൾ നോക്കുക സപ്ലൈകളായിരിക്കും അല്ലേ. സോ ഫസ്റ്റ് സപ്ലൈ എന്തായാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിന്തിക്കാം, ഇവിടെ വെച്ച് സപ്ലൈ തിരിഞ്ഞു ബെയറിഷ് ആയിട്ട് മാറി. ഓക്കെ, സോ ഓബിയസ്ലി ഇവിടെ നമ്മൾ സെല്ലിനുള്ള കാര്യമാണ് നോക്കുക. സോ ഓൾറെഡി ആദ്യത്തെ സോൺ നമുക്ക് ഓൾറെഡി കിട്ടിക്കാണും, ഈ ഇൻസൈഡ് ബാർ സപ്ലൈ ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇതൊരു 50 മിനിറ്റ്സിന്റെ സപ്ലൈ സോണാണ്. അതേസമയം ആ വിക്ക് മാത്രം എടുക്കാം നിങ്ങൾക്ക്, അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് മുഴുവനായിട്ട് എടുക്കാം, കാരണം ഇത് ഇൻസൈഡ് ബാർ ആണ്. അതിന്റെ രീതിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50% എന്ത് ചെയ്യാറുണ്ട്, പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയും വെക്കാം, അല്ല നിങ്ങൾക്ക് 50% എടുക്കണമെങ്കിൽ അതും എടുക്കാം. രണ്ടും കറക്റ്റ് തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ പോയിന്റ് ഓഫ് ടൈം നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, നമുക്ക് ആ ഇൻസൈഡ് ബാറിന്റെ രീതിക്ക് തന്നെ എടുക്കാം 50 മിനിറ്റ്സിന്റെ സപ്ലൈ സോൺ. ഓക്കെ, ഉണ്ട്. സോ ഇങ്ങനെ ആയിരിക്കും മാർക്കപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പ്ലാനുകൾ നമ്മൾ മാർക്കപ്പ് ചെയ്ത് വെച്ചേക്കുക. ഓൾറെഡി ഈ പോയിന്റ് ഓഫ് ടൈം ഇതായിരിക്കും നമ്മൾ ലോ. ഓക്കെ, നമ്മൾ എക്സ്പെക്ടേഷൻ എന്താണ്, ഇനിയിപ്പോൾ പ്രൈസ് സപ്ലൈ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അടുത്ത ഡിമാൻഡിലായിരിക്കും പ്രൈസ് വരാൻ പോകുന്നത്. എപ്പോഴും പ്രൈസ് സോൺ ടു സോൺ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ടു ലിക്വിഡിറ്റി ആയിരിക്കും പോവുക. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, റെസ്പെക്ട് ചെയ്യുന്നു ആൻഡ് ഫൈനലി ഓക്കെ, നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എവിടെ വന്നിട്ടാണ് ആ ഡിമാൻഡ് ഓർഡേഴ്സ് ഫിൽ ചെയ്യാൻ തുടങ്ങിയത്, കറക്റ്റ് നമ്മൾ ആ ഡിമാൻഡ് സോണിൽ വന്നിട്ടാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയ ഓർഡേഴ്സ് ഫിൽ ചെയ്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഒന്നും റാൻഡം അല്ല, ഈ ചാർട്ടിൽ കാണുന്ന ഒരു കാര്യം റാൻഡം അല്ല. സോ നിങ്ങൾ മനസ്സിലാക്കുക. സോ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ചാർട്ടിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പോവുക. ഓക്കെ, അതിൻ്റെ ഒരു പ്രാവശ്യം മിറ്റിഗേറ്റഡ് ആയിട്ടുള്ള സോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് കളയുക, നിങ്ങൾക്ക് ആവശ്യമില്ല. പുതിയ സോൺസ് ഉണ്ടെങ്കിൽ പുതിയ സോൺസ് വരയ്ക്കുക. ബ്രേക്ക് ഓഫ് സെക്ടർ ഓൾറെഡി ഇതൊരു സോണാണ് നമുക്ക് സപ്ലൈ. അതെ, വേറെ ഏതെങ്കിലും സോൺ ഉണ്ടോ, നമുക്ക് ഈ ബിഗ് സോൺ ഉണ്ട്, 50% മിറ്റിഗേറ്റ് അല്ല എന്നാണ് എൻ്റെ വിശ്വാസം, അല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രണ്ട് സോണും എടുക്കാൻ കഴിയും. ഓക്കെ ഗൈസ്, സോ ഇങ്ങനെയാണ് നിങ്ങൾ ചാർട്ടിൽ മാർക്കപ്പ് ചെയ്യാനുള്ളത്. ഓക്കെ, പ്ലീസ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് പോയിട്ട് ചാർട്ടിൽ പോവുക. ഏത് ചാർട്ടായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ പോവാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചാർട്ട് മാർക്കപ്പ് ചെയ്തിടുക. ഓക്കെ, ആൻഡ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് കൃത്യമായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് കടക്കാൻ കഴിയുകയുള്ളൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എഫേർട്ട് ഇടുക. ദിവസം നിങ്ങളൊരു 2-3 ചാർട്ട് ചെയ്താൽ പോലും നിങ്ങൾക്ക് നല്ല രീതിക്ക് ആ സ്പീഡ് കിട്ടും, മനസ്സിലാക്കി ചെയ്യാനും കഴിയും. ഓക്കെ, സോ ഗൈസ് ഇങ്ങനെയായിരിക്കും നമ്മൾ ചാർട്ട് മാർക്കപ്പ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഡെയിലി പോയി ഡെയിലിയിലുള്ള മാർക്കപ്പ് എല്ലാം ചെയ്തു, നമുക്ക് തിരിച്ചു പോവാം. സോ ഡെയിലിയിലെത്തി. ഓക്കെ, ഡെയിലി വന്നു, ഡെയിലിയിലുള്ള മാർക്കപ്പുകൾ ഇന്റേണൽ. സോ ഡെയിലി നമുക്ക് ആക്ച്വലി ഒരു എക്സ്റ്റേണൽ ഡെയിലിയിലുണ്ടല്ലോ, നമുക്ക് കഴിഞ്ഞാൽ ഈ ഒരു സോൺ ഡെയിലിയുടെ എക്സ്റ്റേണൽ സോൺ ആണല്ലോ, ഇംബാലൻസ് ഉണ്ട് ഇവിടെ. പക്ഷേ ഞാൻ പറഞ്ഞുതരാം, ഈ സോൺ എടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ലൈവ് മാർക്കറ്റ് ഇരിക്കുന്ന രീതിക്കാണ് ചിന്തിക്കണം. ഇങ്ങനെയാണെങ്കിൽ ലൈവ് മാർക്കറ്റ് എന്തായിരുന്നു, ഇതൊരു സോണാണ്. പക്ഷെ ഇതെന്തെങ്കിലും ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ല നമുക്ക് ആദ്യം നോക്കേണ്ടി വരും. സോ നമുക്ക് ഈ സോൺ മാർക്ക് ചെയ്യാം, ലെഫ്റ്റിലോട്ട് നോക്കാം. ഇറ്റ് ക്രോസ് എനി ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് നമുക്ക് നോക്കാം, ഇല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, സോ എടുക്കാം, സെറ്റ് ചെയ്യാം. യെസ്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റി, ആ സോണിൽ നിന്ന് നമുക്ക് ബ്രേക്ക് നടന്നിട്ടുണ്ട് അല്ലേ, ബോഡി ബ്രേക്ക് ഉണ്ട് ലോയുടെ താഴെ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സോണിന് ഒരു വാലിഡ് ആയിട്ടുള്ള ഡെയിലിയുടെ സോണായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ സോൺ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇന്റേണൽ സോൺസും കിട്ടും, എക്സ്റ്റേണൽ സോൺസും കിട്ടും. ഓക്കെ, രണ്ടും വരയ്ക്കുക. ഓക്കെ, സോ വരയ്ക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ സപ്ലൈ ഡിമാൻഡിന്റെ 2 റൂൾ ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണുള്ളത്, നമുക്ക് ഇംബാലൻസും ഉണ്ട്, ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് ക്ലോസും ആയിട്ടുണ്ട്. ഇംബാലൻസ് ഉള്ളൊരു ക്യാൻഡിലാണിത്, ആ ബെയറിഷ് ലെഗിൽ. ഓക്കെ,
സോ നിങ്ങൾക്ക് കാണാൻ കഴിയും എവിടെ വന്നിട്ടാണ് പ്രൈസ് ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കണ്ടോ, നമ്മൾ ആ സപ്ലൈ സോണിൽ വന്നിട്ടാണ് പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങി, റിയാക്ട് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, സോ ഗൈസ് ഇത് ഓർത്ത് വെച്ചിരിക്കുക ഡെയിലി. സോ ഡെയിലി വന്നു, ഡെയിലിയിൽ നമ്മൾ മാർക്കപ്പ് എല്ലാം ചെയ്തു. ദെൻ നമ്മൾ നേരെ 4 അവറിൽ പോയി, 4 അവറിൽ നമ്മൾ മാർക്കപ്പ് ചെയ്തു. 4 അവറിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ എന്ന് നോക്കി. ഓക്കെ, ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം നമ്മൾ നേരെ പോയി 50 മിനിറ്റ്സിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളും നമ്മൾ വരച്ചു. ഓക്കെ, ഒബ്വിയസ്ലി ഇവിടെ കുറച്ച് എക്സ്ട്രാ പോയിട്ടുണ്ട്. നമ്മൾ സത്യം പറയാൻ എനിക്ക് തോന്നുന്നു നമ്മൾ നിന്നത് ശരിയായിരിക്കും അല്ലേ. സോ ശ്രദ്ധിച്ചാൽ കണ്ടോ, നമ്മൾ അടുത്ത പ്രൈസ് മുകളിൽ വന്നിട്ട് എവിടെ വന്നിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇറങ്ങി നിങ്ങൾക്ക് കാണാം. കറക്റ്റ് നമ്മളെ സപ്ലൈ സോൺ വന്നിട്ട് പ്രൈസ് ഇറങ്ങി കുത്തനെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കമ്പൈൻ ചെയ്ത് പോവും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചാർട്ട് മാർക്കപ്പ് ചെയ്യുക. സോ ഗൈസ് കൈൻഡ്ലി ഈ വീഡിയോ ഒന്നും കൂടെ കാണുക. ആ ഒരു ഓർഡർ നിങ്ങൾ ഓർത്ത് പോവുക, ഡെയിലി 4 hours 15 minutes. ഓക്കെ, നിങ്ങളിത് കർശനമായിട്ട് മാർക്ക് ചെയ്യാൻ പഠിച്ചാൽ മാത്രമേ അടുത്ത പോർഷൻസിലോട്ട് അല്ലെങ്കിൽ എൻട്രീസിലോട്ട് എത്തുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാർക്കപ്പാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. സോ മേക്ക് ഷുവർ നിങ്ങൾ ഇത് കറക്റ്റായിട്ട് സ്ട്രക്ചറും സോൺസും കമ്പൈൻ ചെയ്ത് മാർക്ക് ചെയ്യാൻ പഠിച്ചു എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തിയിട്ട് വേണം അടുത്ത ലെസണിലോട്ട് നിങ്ങൾ കടക്കാൻ. ഓക്കെ ഗൈസ്, ടേക്ക് കെയർ, സീ യു ഓൺ ദ നെക്സ്റ്റ് ലെസൺ.